മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. കുറച്ചു മുമ്പ് നമ്മളൊരു പ്രൊമോ കണ്ടിരുന്നു. ആദില മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുന്നത്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് ഷാനവാസിനെ ഏൽപ്പിച്ച ഒരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു അത്. കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കും. ആ സമയത്ത് ഷാനവാസ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ പ്രാങ്കായി എവിക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ വ്യക്തി താൽക്കാലികമായി ഈ വീട്ടിൽ നിന്നും പുറത്താകും. ഈ സീക്രട്ട് ടാസ്കിനായി ഷാനവാസിനെ സഹായിക്കാൻ ഷാനവാസിന് വിശ്വാസമുള്ള 5 പേരെ കൂടി കൂട്ടുപിടിക്കാം. 6 പേരടങ്ങുന്ന ഒരു ടീമായിരിക്കും. ഇപ്പോൾ തന്നെ ഷാനവാസിന് വിശ്വാസമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ആ ഒരു വ്യക്തി ത്രൂ ആയിരിക്കും അടുത്ത വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ 6 പേരടങ്ങിയ ഒരു സീക്രട്ട് ടാസ്ക് ആണിത്. ഷാനവാസ് ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്നത് ലക്ഷ്മിനെയാണ്. കഴിഞ്ഞ ആഴ്ച ഷാനവാസിന് നൽകിയ സീക്രട്ട് ടാസ്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇത്തവണ ബിഗ് ബോസ് ഷാനവാസിനെ തന്നെ സീക്രട്ട് ടാസ്കിനായി വിളിച്ചിരിക്കുന്നത്. ഭംഗിയായി ഒരു സീക്രട്ട് ടാസ്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ബിഗ് ബോസ് ഷാനവാസിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രാങ്കിന്റെ പ്രൊമോയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. ഷാനവാസും ലക്ഷ്മിയും ചേർന്ന് തിരഞ്ഞെടുക്കുന്ന ബാക്കി 4 പേര് ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.